ആം ആദ്മി പാർട്ടിയുടെ നേതാവും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ 5 മാസങ്ങൾക്ക് ശേഷം ഇന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി ജാമ്യം കൊടുത്തു. ഇത് വലിയ വിജയമാണ്. എനിക്കറിയുന്നില്ല എന്താ വിജയം. മാധ്യമങ്ങൾ പുറത്തേക്ക് പറയുന്നത് വലിയ വിജയം നേടി. കാരണം ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, ഉജ്ജൽ മുയൽ ഇവരുടെ ബെഞ്ചാണ് ജാമ്യം കൊടുത്തത്. അതിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, അറസ്റ്റ് കെജ്രിവാളിൻ്റെ ഈ കേസിലെ അറസ്റ്റ് നിയമവിരുദ്ധമല്ല, കേസ് തുടരും, നടപടിക്രമങ്ങൾ പാലിച്ചാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് സൂര്യകാന്തിൻ്റെ വിധിയിലുണ്ട്. ഉജ്ജൽ മുയലിൻ്റെ വിധിയിൽ ഒരു സംശയം പറഞ്ഞു. കാരണം ED കേസിൽ ജാമ്യം കൊടുത്തു ഉടനെ തന്നെ CBI അറസ്റ്റ് ചെയ്തു. പക്ഷേ 200 ദിവസത്തിന് മുകളിലായിട്ട് CBIയുടെ കേസുണ്ട്. അപ്പോൾ ഈ അറസ്റ്റ് ചെയ്യാൻ ഒരു കേസിൽ ജാമ്യം കിട്ടിയ ഉടനെ തന്നെ CBI ശ്രമിച്ചു. അത് 200 ദിവസമായിട്ട് പെൻഡിങ് ഇരിക്കുന്ന കേസാണ്. 200 ദിവസത്തെ കയ്യിലായിട്ട് ചാർജ് ചെയ്ത കേസ് ഈ ജാമ്യം കിട്ടിയപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്ത് ഒരു സംശയമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എന്നൊരു പരാമർശം ഒഴിച്ചാൽ കെജ്രിവാൾ ഈ കേസിൽ നിരപരാധിയാണെന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത നടപടി നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞിട്ടില്ല. എല്ലാ നടപടിക്രമങ്ങളും നിയമപരമായി പാലിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ കെജ്രിവാളിനെ വെറുതെ വിട്ടു എന്നല്ല. ഇപ്പോൾ ഈ ആം ആദ്മി പാർട്ടിയുടെ ഒരു നേതാവ്, ഏതോ ഒരു പ്രിയങ്കയോ എന്നോ മറ്റേ പറയുന്നൊരു സ്ത്രീ, മലയാളിയാണ്, അവർ ഡൽഹിയിൽ നിന്ന് പറഞ്ഞു വിട്ടു, കള്ളക്കേസാണെന്ന് തെളിഞ്ഞില്ലേ? എവിടെ തെളിഞ്ഞു? കോടതി പറഞ്ഞിരിക്കുന്നത് ജാമ്യം കൊടുക്കാം. ഇപ്പം നമ്മുടെ സുപ്രീം കോടതിയിൽ ജസ്റ്റിസ് ചന്ദ്രചൂഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയതിനു ശേഷം ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. മാറ്റങ്ങളെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ലെഫ്റ്റ് ലിബറൽ ചിന്താഗതിക്കാരനാണെന്ന് പൊതുവെ കരുതപ്പെടുന്നത്. ഈ അർബൻ നക്സലൊക്കെ എന്ന് പറയുന്ന ആളുകൾ മുന്നോട്ട് വെക്കുന്ന ചില സ്വതന്ത്ര ചിന്താധാരകളെയൊക്കെ ചന്ദ്രചൂഡ് വാരിപ്പുണരുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതായത് നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു സദാചാര വിരുദ്ധമോ ഒരു അനാർക്കിസമോ ഒക്കെ എന്ന് തോന്നാവുന്ന ചില വിധികൾ, സ്വവർഗ വിവാഹം, സ്വവർഗരതി തുടങ്ങിയുള്ള പല കാര്യങ്ങളിലും ഇദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് ഒരു അന്താരാഷ്ട്ര സമൂഹത്തിൽ നമ്മുടെ ഭാരതത്തിൻ്റെ സംസ്കാരത്തിന് നിരക്കാത്ത തരത്തിലുള്ള ചില ജീവിത രീതികളൊക്കെ വിദേശ രാജ്യങ്ങളിൽ, പടിഞ്ഞാറൻ രാജ്യങ്ങളിലുണ്ട്. ഇതിനെയൊക്കെ പതുക്കെ ഇന്ത്യൻ ഡയസ്പോറയിലേക്ക് സന്നിവേശിപ്പിക്കുന്ന ഒരു പ്രവണത കുറേ കാലമായി നമ്മുടെ നാട്ടിലുണ്ട്. അതായത് ഈ അർബൻ നക്സൽ മുന്നോട്ട് വെക്കുന്ന പോലെ അർബൻ നക്സൽ എന്ന് മാത്രം പറയാൻ പറ്റില്ല. ഒരു വളരെ ലിബറലായിട്ടുള്ള, ഇത് കുടുംബം വേണ്ട, വിവാഹം വേണ്ട, മക്കൾ വേണ്ട, നമ്മുടെ ഭാരതീയ സംസ്കാരത്തിന് വിരുദ്ധമായിട്ടുള്ള ചില ആശയങ്ങൾ, ഇതൊക്കെയാണ് സ്വാതന്ത്ര്യം, ലിബറലിസം എന്നൊക്കെ പറയുന്ന ചില കാഴ്ചപ്പാടുകളുണ്ട്. ഇങ്ങനെ കരുതുന്ന ആളുകളെ സംരക്ഷിക്കുന്ന, അവർക്ക് നിയമത്തിൻ്റെ ആനുകൂല്യം കൊടുക്കുന്ന, എന്തിന് അഡൾട്ടറി ഉണ്ടല്ലോ, വിവാഹിതരായ ആളുകൾ വേറൊരാളുടെ ഭാര്യയുമായി ലൈംഗിക ബന്ധം പുലർത്തുന്നത് നിയമപരമായി പണ്ട് ശിക്ഷയ്ക്കുള്ള കുറ്റമായിരുന്നു. അത്തരം കാര്യങ്ങളിലൊക്കെ ലിബറലായി, അതൊന്നും തെറ്റല്ല, കൺസെൻ്റ് ഉണ്ടെങ്കിൽ ഇതൊക്കെ ആകാം എന്ന തരത്തിലുള്ള കുറേ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന മനുഷ്യാവകാശ പരമായ വിധികളൊക്കെ കോടതികളിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോഴാണ് ഇപ്പോൾ സമീപകാലത്ത് കോടതി ഈ കേസിൽ മാത്രമല്ല, അരവിന്ദ് കെജ്രിവാളിന് എന്തോ മഹാകാര്യം പറ്റിയെന്ന് പറയുന്നതല്ല, കോടതി സമീപകാലത്ത് UAPA കേസുകളിൽ പോലും സുപ്രീം കോടതി എടുക്കുന്ന ഒരു ലിബറലായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. അതായത് ജാമ്യം കൊടുക്കുക എന്നുള്ളതാണ് നിയമം. ജാമ്യം, ഒരു കോടതിയുടെ മുമ്പാകെ ഒരു ജാമ്യ ഹർജി വന്നാൽ എങ്ങനെ ജാമ്യം കൊടുക്കാതിരിക്കാം എന്ന് നോക്കുന്നതിന് പകരം എങ്ങനെ ജാമ്യം കൊടുക്കാം എന്ന് പരിശോധിക്കണം. കാരണം ഒരു മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ അടയാളമാണ് ജാമ്യം കിട്ടുക എന്നുള്ളത്. ഒരാളെ അറസ്റ്റ് ചെയ്ത് തടങ്കലിലിടുക എന്ന് പറയുന്നത് മനുഷ്യാവകാശ ലംഘനമാണെന്നുള്ള ഒരു കാഴ്ചപ്പാട് ഇന്ത്യയിലെ കോടതികളിൽ ചന്ദ്രചൂഡിന് ശേഷം ഉണ്ടായി വരുന്നുണ്ട്. ഇത് പണ്ട് VR കൃഷ്ണയ്യരും പറഞ്ഞിട്ടുണ്ട്, ബെയ്ലീസ് റൂൾ എന്ന്. അപ്പോൾ പക്ഷേ നമ്മുടെ കോടതികൾ അങ്ങനെയല്ല. കുറ്റകൃത്യങ്ങളുടെ ഒരു ഗ്രാവിറ്റിയൊക്കെ നോക്കിയിട്ട് അയാൾ പുറത്തിറങ്ങിയാൽ എന്തിനാണ് ജാമ്യം നിഷേധിക്കുന്നത്? ജാമ്യം നിഷേധിക്കുന്നത് ഒരു ക്രൈമിനെ അട്ടിമറിക്കാനുള്ള സാധ്യത, തെളിവ് നശിപ്പിക്കൽ, സാക്ഷികളെ സ്വാധീനിക്കൽ, സാക്ഷികളെ ഭീഷണിപ്പെടുത്തൽ, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒരാൾക്ക് സാധിക്കുമെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കേസ് ചാർജ് ചെയ്ത ഒരാളെ ജയിലിൽ റിമാൻഡ് ചെയ്യുന്നത്. അല്ലാതെ അയാളെ ശിക്ഷിച്ചതിന് ശേഷം അല്ലല്ലോ റിമാൻഡ് ചെയ്യുന്നത്. ഒരു ട്രയൽ നടത്തി അവസാനം കുറ്റക്കാരനാണോ എന്ന് വിധിച്ചതിന് ശേഷം തടവിൽ വിടുന്നതും ട്രയലിന് മുമ്പ് ജയിലിൽ കിടക്കുന്നതും രണ്ട് തരത്തിലാണ്. അത് ശിക്ഷയല്ല, ശിക്ഷയുടെ ഭാഗമായിട്ടല്ല ഒരാളെ ശിക്ഷാവിധി വരുന്നതിന് മുമ്പ് ജയിലിടുന്നത്. കാരണം അയാൾ പുറത്തിറങ്ങിയാൽ ഈ കേസിനെയും അതുമായി ബന്ധപ്പെട്ട ആളുകളെയും എങ്ങനെ ദോഷകരമായി ബാധിക്കും എന്നത് കണക്കിലെടുത്തിട്ടാണ് ജാമ്യം
നിഷേധിച്ച് റിമാൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ ജയിലിലാണ്. ജയിൽ ശിക്ഷ തടവുകൂലിയായിട്ടല്ല ആര് കഴിയുന്നത്, അരവിന്ദ് കെജ്രിവാൾ കഴിയുന്നത്. പക്ഷേ പുറത്ത് ഇന്ന് തെളിവുകൾ നശിപ്പിക്കും. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ സ്വാധീനം, മുഖ്യമന്ത്രി എന്നതിലുള്ള സ്വാധീനമൊക്കെ ഉപയോഗിച്ചിട്ട് അതിനുള്ള സാധ്യതയുണ്ട് എന്ന് വരുന്നത് കൊണ്ടാണ് കെജ്രിവാൾ മുതൽ ഏതെങ്കിലും കേസിൽ FIR ഇട്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആളുകളെ വരെ ജയിലിലടയ്ക്കുന്നത്. അത് ശിക്ഷ എന്ന നിലയിലല്ല. ആളുകൾ കരുതുന്നത് ശിക്ഷയുടെ ഭാഗമായിട്ട് ജയിലിലടച്ചു എന്നല്ല. ആ കേസിനെ സ്വാധീനിക്കാൻ, കേസിൻ്റെ അന്വേഷണത്തെ, ട്രയലിന് മുമ്പുള്ള നടപടിക്രമങ്ങളെയൊക്കെ വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്ന തരത്തിൽ സ്വാധീനിച്ചേക്കാം എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കെജ്രിവാളിൻ്റെ കാര്യത്തിലും അങ്ങനെയാണ് ചെയ്തത്. ഇപ്പോൾ കോടതിക്ക് തോന്നുന്നു ഇത്രയും സമയമായി, അപ്പം ഇയാൾ തെളിവൊന്നും നശിപ്പിക്കത്തില്ല എന്ന് തോന്നുന്നു. കാരണം എന്തായാലും കോടതി പറഞ്ഞിട്ടുണ്ട് 100 കോടിയുടെ അഴിമതി കേസാണ് ഡൽഹി മദ്യനയ കേസുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത്. അതിലെ അറസ്റ്റ് നിയമവിരുദ്ധ അല്ല എന്ന് പറഞ്ഞാൽ ആ കേസിന് നിയമപരമായി നിലനിൽപ്പുണ്ട് എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഒരാൾ കേസിൽ ജാമ്യം കിട്ടിയാൽ അതോടെ കേസ് അവസാനിക്കുകയല്ല. അപ്പം ഇത് പച്ചക്കള്ളം പറഞ്ഞ്, അല്ലെങ്കിൽ ഇവർക്കുണ്ടായ ഒരു വലിയ തിരിച്ചടിയുണ്ട്. കേസ് നിയമവിരുദ്ധമല്ല, അറസ്റ്റ് നിയമവിരുദ്ധമല്ല എന്ന് ഈ വിധിയിൽ കോടതി പറഞ്ഞിട്ടുണ്ട്. അതിനെ സപ്രസ് ചെയ്യാണ്. അതറിയില്ല, ഞങ്ങൾക്ക് എന്തോ വലിയ കാര്യം കിട്ടി എന്ന് പറഞ്ഞാൽ, ഒരു പക്ഷേ ട്രയൽ നടത്തി ട്രയൽ കോടതി അരവിന്ദ് കെജ്രിവാളിനെ ശിക്ഷിച്ചാൽ അന്ന് എന്ത് പറഞ്ഞ് ആഘോഷിക്കും? അപ്പം മിണ്ടാൻ പറ്റൂല. അപ്പം മിണ്ടാൻ പറ്റൂല. അപ്പോൾ ഇപ്പോൾ സമീപകാലത്ത് ഒരുപാടുപ്പെട്ട ആളുകൾക്കൊന്നും അറിയാം. സാധാരണക്കാരായ ഒരുപാട് ആളുകളുണ്ടല്ലോ, വിദ്യാഭ്യാസം ഇല്ലാത്ത, മറ്റു ജ്ഞാനമില്ലാത്ത ആളുകളൊക്കെ നമുക്കൊക്കെ അറിയാം ഒരാൾക്ക് ജാമ്യം കിട്ടിയാൽ എന്താണെന്ന്. കേരളത്തിലൊക്കെ ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ കേസൊന്നും അവസാനിച്ചില്ല, ഒരു താൽക്കാലിക നടപടിയാണ്. ഇനി ട്രയലിന് പോകണം, വിചാരണ നടക്കും, ചിലപ്പോൾ ശിക്ഷിക്കപ്പെടുമെന്ന് നമുക്കൊക്കെ അറിയാം. അപ്പോൾ ഇതാണ് പൊതുവിലുള്ള ഒരു കാര്യം. അപ്പോൾ കോടതികളുടെ കാര്യത്തിൽ പിന്നെ അരവിന്ദ് കെജ്രിവാളിൻ്റെ കേസിൽ എക്കാലത്തും കോടതി ഒരു വല്ലാത്തൊരു ലിബറൽ നയമാണ് എടുത്തിരുന്നത്. അതായത് ഓർക്കൂ, കെജ്രിവാൾ ഒരിക്കലും തനിക്ക് ജാമ്യം വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നില്ല. ജാമ്യം വേണ്ട, കാരണം കെജ്രിവാളിനെ സംബന്ധിച്ച് തനിക്കെതിരെ എടുത്തിട്ടുള്ള കേസ് തന്നെ നിയമവിരുദ്ധമാണ്. കേസ് നിയമവിരുദ്ധമായതുകൊണ്ട് തൻ്റെ അറസ്റ്റും നിയമവിരുദ്ധമാണ്. അതുകൊണ്ട് ജാമ്യം ചോദിക്കാതെ തൻ്റെ അറസ്റ്റ് നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് വിചിത്രമായ ഒരു കേസുമായിട്ടാണ് സുപ്രീം കോടതിയിൽ മനു അഭിഷേക് സിംഗ് വഴി കെജ്രിവാൾ പോയത്. അതിലൂടെ അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിച്ചത് കേസ് നിയമവിരുദ്ധമാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ജാമ്യം കിട്ടും. അതല്ലാതെ ജാമ്യം തേടിയെടുത്താൽ ആ കേസിനെ അദ്ദേഹം അംഗീകരിച്ചു. എനിക്കെതിരെ ഒരു കേസുണ്ട്, ആ കേസ് ഒരു മെറ്റീരിയലൈസ് ചെയ്തു എന്ന് അംഗീകരിക്കുന്ന തുല്യമാണ്. ഞാൻ കേസേ അംഗീകരിക്കുന്നില്ല, അതുകൊണ്ടാണ് എനിക്കെതിരെയുള്ള കേസ് റദ്ദാക്കണം, അറസ്റ്റേ റദ്ദാക്കണം എന്നുള്ള ആവശ്യമായിട്ട് ചെയ്തത്. പക്ഷേ ആ സമയത്ത് പലതവണ കോടതി ആദ്യം തുടക്കത്തിൽ ചോദിച്ചു, നിങ്ങൾക്ക് ജാമ്യം വേണോ? ജാമ്യം വേണ്ട എന്ന് പറഞ്ഞ കോടതി ഒരു പ്രത്യേക ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് ഇങ്ങ് വന്ന സമയത്ത്, അല്ല കെജ്രിവാളെ ഇന്ന് ജാമ്യം പിടിച്ചോ എന്ന് പറഞ്ഞ് ഇടക്കാല ജാമ്യം കൊടുത്തു, അങ്ങോട്ട് ജാമ്യം കൊടുത്തു. അത് നമുക്ക് ഒന്നും ഇപ്പോഴും ഡൈജസ്റ്റ് ചെയ്യാത്തൊരു കാര്യമാണ്. കോടതി ചെയ്തത് അധാർമികമായ ഒരു കാര്യമാണ്. കാരണം എന്ന് പരക്കെ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി വരെ പറഞ്ഞു, കോടതിക്ക് ചില പ്രത്യേക താല്പര്യങ്ങളുണ്ടെന്ന് തോന്നുന്നു. അതിനിപ്പോൾ കോടതിക്ക് മറുപടി പറയേണ്ടി വന്നു പരസ്യമായിട്ടൊരു മീറ്റിംഗ്. ഏതായാലും അതൊരു അസ്വാഭാവിക നടപടിയായിരുന്നു. അതിന് പറഞ്ഞ ന്യായം എന്ന് പറയുന്നത്, അദ്ദേഹം എന്താണ് തെരഞ്ഞെടുപ്പ് കാലത്താണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ്, അദ്ദേഹത്തിന് പ്രചാരണം നടത്തണം എന്ന് പറഞ്ഞാൽ ജാമ്യം കൊടുത്ത്. എന്നാൽ അതേ കേസിൽ ഹേമന്ത് സോറൻ എന്ന് പറയുന്ന മറ്റൊരു മുഖ്യമന്ത്രി അറസ്റ്റിലായി രാജിവെച്ച് ജയിലിൽ കഴിഞ്ഞ ആൾക്ക് ആ നിയമം ബാധകമായില്ല. അപ്പം 2 സ്കെയിൽ വെച്ചിട്ട് സുപ്രീം കോടതി അളന്നു എന്നുള്ള ഒരു ആക്ഷേപം ഇപ്പോഴും സജീവമാണ്. അതിന് അത്ര കൺവിൻസിംഗ് ആയിട്ടുള്ള മറുപടി കൊടുക്കാൻ കോടതിക്ക് തയ്യാറായില്ല. പിന്നെ അതിൻ്റെ കേട് കോടതി തീർത്തത് പിന്നീട് CBI കേസിൽ അറസ്റ്റ് ചെയ്തപ്പോൾ കെജ്രിവാളിന് ജാമ്യം കൊടുക്കാതെ നീട്ടിപ്പോയി. കാരണം കോടതിക്ക് തന്നെ സ്വയം ഒരുപക്ഷെ മനസ്സിലായതുകൊണ്ടായിരിക്കാം ചെയ്തതിനകത്ത് ഒരു പെശക് സംഭവിച്ചിട്ടുണ്ടെന്നൊരു ബോധ്യം വന്നത്. കാരണം അങ്ങനെ കൊടുത്താൽ പിന്നെ അതൊരു കീഴ്വഴക്കമായി മാറും. ഇന്ത്യയിലെ എല്ലാ കോടതികളിലും ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകനാണ്, എനിക്ക് ഇലക്ഷൻ കാലത്ത് പ്രചാരണത്തിന് പോകണമെന്ന് ആവശ്യപ്പെട്ട് പോക്കറ്റടിക്കാരനും ബലാത്സംഗം ചെയ്തവനും കള്ളനോട്ടടിച്ചവനും കള്ളപ്പണ കേസിലെ പ്രതിയും എല്ലാം കൂടെ സമീപിച്ചാൽ അവർക്കെല്ലാം നാട്ടിലെ കോടതികൾ ജാമ്യം കൊടുക്കേണ്ടുന്നൊരവസ്ഥ ഉണ്ടായി. അങ്ങനെ പഞ്ചാബിലൊരു മുൻ കോൺഗ്രസ് MLA, അയാളിപ്പോൾ സജീവ രാഷ്ട്രീയത്തിൽ പോലും ഇല്ല, ഞാൻ കോൺഗ്രസ്സുകാരനാണ്, എനിക്ക് പ്രചാരണം നടത്താൻ അവകാശം ഉണ്ട് എന്ന് എൻ്റെ കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് പഞ്ചാബ് ഹൈക്കോടതി സമീപിച്ചു. ഈ സുപ്രീം കോടതിയുടെ വിധിയും കൊണ്ടാണ് പോയത്. കോടതിക്ക് ജാമ്യം കൊടുക്കേണ്ടി വന്നു, വേറെ നിവൃത്തിയില്ലാതെ വന്നു. ഇപ്പോൾ അന്ന് ഈ പറഞ്ഞ പോലെ അറസ്റ്റിനെ സംബന്ധിച്ച് ഇപ്പോൾ സുപ്രീം കോടതിയുടെ മൊത്തത്തിലുള്ള ഇതുവരെയുള്ള വിധികളൊക്കെ എടുത്ത് നോക്കുമ്പോൾ സുപ്രീം കോടതി അന്ന് ഇടക്കാല ജാമ്യം ആവശ്യപ്പെടാതെ കൊടുത്തു എന്നതിൻ്റെ അതിലൂടെ നമ്മുടെ വിശ്വാസ്യതയ്ക്കുണ്ടാക്കിയ ഒരു പരുക്കുണ്ട് കോടതിയുടെ. ആ പരുക്ക് പരിഹരിക്കാനുള്ള നടപടിക്രമങ്ങൾ കോടതി പിന്നെ ചെയ്തിട്ടുണ്ട്. കെജ്രിവാളിന് ആവർത്തിച്ച് ജാമ്യം കൊടുത്തില്ല, അദ്ദേഹത്തിൻ്റെ പല ആവശ്യങ്ങളും നിരാകരിച്ചു. ഇപ്പോൾ വന്നിട്ട് ഈ വിധിയിൽ
അഫേം ചെയ്ത് പറയുന്നു കെജ്രിവാളിൻ്റെ അറസ്റ്റ് നിയമവിരുദ്ധമല്ല, നടപടിക്രമങ്ങളെല്ലാം പാലിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം കുറ്റവാളിയാണ്, കുറ്റാരോപിതനാണ്, കുറ്റവാളിയായിട്ടില്ല, കുറ്റാരോപിതനായിട്ട് തുടരും. അദ്ദേഹം കുറ്റവാളിയാണോ ഇല്ലയോ എന്ന് കണ്ടെത്താനായിട്ട് ട്രയൽ നടക്കും. ആ ട്രയലിൽ കുറ്റാരോപണം തെളിയിക്കപ്പെട്ടാൽ അരവിന്ദ് കെജ്രിവാൾ പിന്നെയും ജയിലിൽ പോകും. അപ്പോൾ എന്ത് കിട്ടത്തില്ല? അപ്പോൾ ജാമ്യം കിട്ടത്തില്ല. ശിക്ഷിക്കപ്പെടാനുള്ള എല്ലാ സാധ്യതയും ഉള്ള ഒരു കേസാണ്. അപ്പോൾ ശിക്ഷിക്കപ്പെട്ടാൽ ജാമ്യം കിട്ടത്തില്ല എന്ന് പറയാൻ പറ്റില്ല. ട്രയൽ കോടതി ശിക്ഷിച്ചാൽ ഹൈക്കോടതിയിൽ പോവാം, സുപ്രീം കോടതി വരെ പോവാം. ഏതായാലും ഈ ഒരു പ്രൊലോങ്ങിങ് ഒരു ബാറ്റിൽ, നിയമയുദ്ധം ആരംഭിക്കാൻ പോവുകയാണ്. ഏതായാലും കോടതിക്ക് അരവിന്ദ് കെജ്രിവാളിനോട് ഒരു പ്രത്യേക മമത ഉണ്ടോ എന്നുള്ള ചോദ്യം ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ചരിത്രത്തിൽ, ഇന്ത്യൻ പൊളിറ്റിക്സിൽ ബാക്കി നിൽക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു അതിന് ഒരു മുൻകൂർ ജാമ്യം കോടതിയും എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം സമീപകാലത്ത് സുപ്രീം കോടതി പല കേസുകളിലും ബെയിലീസ് റൂൾ എല്ലാ മനുഷ്യനും ജാമ്യം കൊടുക്കേണ്ടതാണെന്ന് പറഞ്ഞ് 4-5 പ്രസിദ്ധമായ ശ്രദ്ധേയമായ വിധികൾ ഇതിനു മുമ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അരവിന്ദ് കെജ്രിവാളിൻ്റെ വിധി പിന്നാലെ പറയേണ്ടി വരും എന്നതുകൊണ്ട് ഒരു പൈലറ്റ് വാഹനമായിട്ട് പോയ വിധിയാണോ എന്ന് ആരെങ്കിലും ക്രിട്ടിക്കുകൾ പറഞ്ഞാൽ നമുക്ക് അതിനെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. അങ്ങനെയും തോന്നാം. ഇനിയിപ്പോൾ എന്തായാലും ജാമ്യം കിട്ടുക എന്നുള്ളത് ഒരു കേസിലെ കുറ്റാരോപിതൻ്റെ അവകാശമാണ്. കോടതികൾ ജാമ്യം എങ്ങനെ നിഷേധിക്കാം എന്നല്ല നോക്കേണ്ടതെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അത് വേണമെങ്കിൽ വളരെ പോസിറ്റീവാണെന്ന് പറയാം. നമുക്കറിയാമല്ലോ, നമ്മുടെ നാട്ടിലൊക്കെ ഇന്ന് PC ജോർജിൻ്റെ കേസ് നോക്കൂ. PC ജോർജ് എന്തോ പറഞ്ഞെന്നും പറഞ്ഞ് ഉടനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാൻ അത് വീട്ടിൽ ചെന്ന് അറസ്റ്റ് ചെയ്യാൻ പോകുന്നു. അങ്ങനെ രാഷ്ട്രീയമായി വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആളുകളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാം, ജാമ്യമില്ലാതെ ജയിലിലടയ്ക്കാം, വിചാരണയ്ക്ക് മുമ്പ് അല്ലെങ്കിൽ ശിക്ഷയ്ക്ക് മുമ്പ് എന്ന് കരുതുന്ന ഭരണകൂടങ്ങൾക്ക് പക്ഷേ ഒരു താക്കീതായിരിക്കാം ഈ വിധി. എന്നാൽ പോലും കെജ്രിവാളിന് ജാമ്യം കൊടുത്തു എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെയും ദില്ലി സംസ്ഥാനത്തിൻ്റെയും പൊതുവായ താല്പര്യങ്ങൾക്ക് അനുഗുണമാണോ എന്നറിയില്ല. കോടതി ജാമ്യം കൊടുത്ത സമയം അത് ഒരു പൊളിറ്റിക്കലി ശ്രദ്ധിക്കപ്പെടേണ്ട സമയമാണ്. ഹരിയാനയിൽ ഇലക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ പാർലമെൻറ്റ് ഇലക്ഷന് തൊട്ട് മുമ്പാണ് ജാമ്യം കൊടുത്തത്. ഇപ്പോൾ ഹരിയാന ഇലക്ഷന് മുമ്പ്, അതായത് CBI അറസ്റ്റ് ചെയ്തത് ED കേസിൽ കെജ്രിവാളിന് ജാമ്യം കിട്ടിയ ഉടനെ ആണ് എന്ന് പറയുന്ന കോടതി ഓർമ്മിക്കണം, കഴിഞ്ഞ പ്രാവശ്യം കെജ്രിവാളിന് ജാമ്യം കൊടുത്തത് പാർലമെൻറ്റ് ഇലക്ഷന് തൊട്ട് മുമ്പാണ്. ഇക്കുറി ജാമ്യം കൊടുത്തിരിക്കുന്നത് ഹരിയാന ഇലക്ഷന് തൊട്ട് മുമ്പാണ് എന്നും കൂടി ആളുകൾ കൂട്ടി വായിച്ചാൽ അവരെ കോടതി അലക്ഷ്യ കേസ് പ്രകാരം പിടികൂടാനൊന്നും പറ്റില്ല എന്നതും കോടതിയും ഓർക്കേണ്ടതാണ്. ഏതായാലും നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.